എന്തിനാ ഈ നുണ പറയുന്ന ചെറിയ പാവത്തെ പോലും, നുണ പറയുന്ന ചെറിയ പാവമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതിനെ പോലും ജയിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത്രയും ആത്മശക്തി ഉണ്ടായിട്ട്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ക്രിസ്തുവിനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ആ ശക്തി ഉണ്ടായിട്ട് ജഡ്ജിങ് അതേഴ്സ് എന്നൊരു പാപം ജയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ കൃപയിൽ നമ്മൾ വളരും തോറും യേശുവിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. യേശുവിനെ ഫോക്കസ് ചെയ്ത് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിലേക്ക് നമ്മൾ ആ മർമ്മത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യുവാനോ ചിന്തിക്കുവാനോ സമയമില്ല. അങ്ങനെയാണ് പല പാപത്തിൽ നിന്നും നമ്മൾ വിടുതൽ വരുന്നത്. ഇന്ന പാപം മാറി നിൽക്കുക, അതിനുവേണ്ടി ഒരു ഫൈറ്റൊന്നും അല്ല. അതൊന്ന് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഇനിയും സമയം ചെലവാക്കാനോ സമയമില്ല. ബിക്കോസ് അതിനേക്കാളിൽ വലിയൊരു കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബാഹ്യമായ ആ ഒരു ബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി എവിടെയൊക്കെ പാപം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത പോലും അവൻ്റെ ഹൃദയത്തിൽ വരത്തില്ല. പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞില്ലായിരുന്നു, എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പാപത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൃദയം ഭാഗ്യമായ പാപമല്ല, അകത്ത് കോപം കൊലപാതകത്തിന് തുല്യോ, അതുപോലും അപ്രൂട്ട് ചെയ്യുന്നതാണ് കൃപയുടെ ശക്തി. പറഞ്ഞാൽ അകത്തുനിന്ന് റൂട്ട് സഹിതം പറിച്ചു കളയും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് കൃപയുടെ ശക്തി, ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ സത്യത്തിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പഞ്ചസാര കണ്ടിട്ടില്ലാത്തവരോട് പറഞ്ഞ കാര്യമുണ്ട്. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. എനിക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ചില ഏരിയയിൽ യേശുവിൻ്റെ കൃപയിൽ വളരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനൊരു സാധനം ഇപ്പം ഇല്ല. 100% എന്നാ പോയെന്ന് പോലും അറിയില്ല. എൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഐ സ്ട്രഗിൾ എല്ലോട്ട്. നമുക്കൊരു വേഷം കിട്ടി ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മതത്തിൽ അങ്ങ് ജീവിച്ചാൽ മതി. വേഷം കിട്ടിയാൽ മതി, നല്ലൊരു ആത്മീയൻ്റെ വേഷവും കറക്റ്റ് ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നമ്മളൊരു ഭക്തനായിട്ട് ഇങ്ങനെ നടക്കാമെങ്കിൽ ആളുകൾ നമ്മളെ ആത്മീയരുടെ പട്ടികയിലോട്ട് ചേർത്തോളൂ. പക്ഷേ ഇൻറ്റേർണലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. ഞാനൊക്കെ ഐ വാസ് സ്ട്രഗ്ലിങ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ടൈംസ്. നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പാവങ്ങൾ ചെറുതുപോലും നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇറിറ്റേഷൻ അത് നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല, കോപം ജയിക്കാൻ പറ്റുന്നില്ല, ജഡിക ഇച്ഛകൾ ജയിക്കാൻ പറ്റുന്നില്ല. ഇതിനൊന്നും ജയിക്കാൻ പറ്റാത്ത എന്തോ ക്രിസ്തീയ ജീവിതം. നമ്മൾ ആക്ച്വലി പാപത്തെ അതിൻ്റെ റൂട്ട് ലെവലിൽ കണ്ടെങ്കിൽ മാത്രമേ കൃപയുടെ ശക്തി നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അതെ, ഗ്രേസ് വാസ്തവം അതാണ് വിഷയം. സിന്നിനെ സിന്നെന്ന് കണ്ടാലേ ഈ കൃപയിലേക്ക് അവൻ ഓടത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ വ്യഭിചാരം ചെയ്തത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. അവന് കൃപയുടെ ആവശ്യമില്ല, അവൻ ന്യായപ്രമാണം മതി. അതൊന്നും നമ്മളാരും ചെയ്യുന്നില്ലല്ലോ. നമ്മളിതിൻ്റെ പുറകിലല്ല. ന്യായപ്രമാണം ഇപ്പം പാപമെന്ന് പറഞ്ഞാൽ എന്താ ഇവരുടെ കോൺസെപ്റ്റ്? ആത്മീക സമൂഹത്തിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ ആക്ഷനാ. ഒരുവൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ അന്നേരം മനസ്സിൽ വരുന്നത് 7ാമത്തെ കൽപ്പനയാണ്. അല്ലാതെ അവൻ മോഹിച്ച കാര്യം നമ്മൾ ഇതുവരെയും പാപത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചോദിച്ചോണം, നമ്മൾ പാപമെന്ന് സാധാരണ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പറയുന്ന അല്ലെങ്കിൽ സഭയിൽ ആക്ഷനാ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ലോ ആണ് സിൻ. അപ്പൊ ഒരു കാര്യം, അപ്പം ഒരു വ്യക്തി ഇപ്പൊ അത് ചിന്തിച്ചു, ഒരു വ്യക്തി പ്രവർത്തിച്ചു, മറ്റൊരു വ്യക്തി ചിന്തിച്ചു, രണ്ടും തെറ്റ്. രണ്ടും പാപം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ കോപിച്ചു, ഞാനൊരുത്തൻ 5 പ്രാവശ്യം കോപിച്ചു ഞാനും, 5 പ്രാവശ്യം കൊലപാതകം ചെയ്തവനും. കൊലപാതകം ചെയ്യുന്നവൻ ഈസ് ഈക്വൽ ടു 5 പ്രാവശ്യം കോപിച്ചവൻ, സെയിം. അപ്പൊ നമ്മൾ നോക്കണം, ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എലിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറഞ്ഞാൽ അകത്ത് ഇന്റേണലി ഒരു തോട്ടിന്റെ അവിടെ ആ ലെവലിൽ എന്ന് പറഞ്ഞാൽ തോട്ട് ലെവലിലേക്ക് സിന്നിനെ എലിവേറ്റ് ചെയ്യും, റൂട്ടിലേക്ക് കൊണ്ടുപോയി അതിനെടുത്തിട്ട് കർത്താവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. ഞാനത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യം, ഈ ന്യായപ്രമാണം ഒരു ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹൈ ജമ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് വെച്ചേക്കുക. നീ ഇനിയും നീളമുള്ളവനോ നീളമില്ലാത്തവനോ ചാടാൻ പറ്റുന്നവനോ പറ്റാത്തവനോ ഈ 5 അടി ചാടിക്കണം. നിനക്ക് കഴിവില്ലെന്ന് വെച്ചുകൊണ്ട് ബാർ താത്ത് തരത്തില്ല. നിനക്ക് ഇച്ചിരി മിടുക്ക് കൂടുതലാന്ന് വെച്ചാൽ ഇത് പൊക്കത്തുമില്ല, മിടുക്ക് കാണിക്കാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് വാസ്തവത്തിൽ ലോയുടെ സ്റ്റാൻഡേർഡ്, ഫിക്സഡ് സ്റ്റാൻഡേർഡാണ്. നീ ബലഹീനന, സോറി പറ്റത്തില്ലെന്ന് പറയും. ഐ വിൽ നെവർ, ഇറ്റ് കാനോട്ട് ബ്രോക്കൺ. അത് ഒരിക്കലും താഴ്ന്നു തരാൻ പറ്റത്തില്ല, അതിനെ ഡിമിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ശരി, എനിക്കിത് 5 അടിയൊന്നും വലിയ വിഷയമില്ല, ഞാൻ 10 അടി ചാടുന്നവനാ, സോറി, നിന്റെ മിടുക്ക് കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് ലോയത്തില്ല. ലോ ഫിക്സ്ഡ് ആണ്. ഗ്രേസ് അങ്ങനല്ല. എനിക്ക് 1.5 അടി ഹൈറ്റിൽ ചാടാൻ പറ്റൂ. പക്ഷേ ഗ്രേസിൻ്റെ ഒറിജിനൽ മാക്സിമം എന്ന് പറയുന്നത് 25 അടി മുകളിലാണ്. 25 അടി മുകളിൽ ചാടി ആരുമില്ല. പക്ഷേ എനിക്ക് 1.5 അടി ചാടാൻ പറ്റുമെന്ന് പറയുമ്പോൾ 25 അടി കയറി നിൽക്കത്തില്ല. ഡിഡ് യു ഗെറ്റ് മീ? അവിടെ നിന്ന് എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. താഴെ വന്നിട്ട്
1.5 അടി ചാടിക്കും. മോനെ നെക്സ്റ്റ് ടൈം ചാടുമ്പോൾ 2 അടി ചാടണം, ഇച്ചിരി ഉയർത്തും. ഉയർത്തി 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 ഒരു ദിവസം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഹൈറ്റിൽ എനിക്ക് ചാടാൻ പറ്റും. എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തു? ദ ഗ്രേസ്. ദിസ് ഈസ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അപ്പം ഞാൻ യേശുവിനെ അറിയുന്നതിൻ്റെ അന്ന് ഞാൻ വാസ്തവത്തിൽ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. നമ്മൾ ഓരോ ദിവസവും അപ്പച്ചൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് അറിഞ്ഞറിഞ്ഞ് വരികയാണ്. എന്തുവാ കർത്താവിൻ്റെ അനുരൂപമായിട്ട് നമ്മുടെ ഇന്നും നമ്മുടെ അകത്ത് എനിക്കുള്ള ആ ഒരു സ്ട്രഗിൾ സത്യത്തിൽ സ്വർഗത്തിൽ പോകുന്ന സ്ട്രഗിളല്ല. ഐ എം ഓപ്പൺലി ടെല്ലിങ്. നിത്യത എന്നൊരു വിഷയം എനിക്കൊരു വിഷയമല്ല. യേശു വന്നാൽ സ്വർഗത്തിൽ പോകുന്നുള്ള ഭയമൊന്നും എനിക്കില്ല. അത് 100% കോൺഫിഡൻ്റ്. ഒരു ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ സ്വർഗത്തിൽ പോകുക എന്നുള്ളത് 100% ഷുവർ ആയിരിക്കണം. ഷുവറാണ്. പക്ഷേ അച്ഛാ ഇതിനകത്ത് എൻ്റെ ഒരു സ്ട്രഗിൾ, ഐ വോണ്ട് ടു ടെൽ യു എ സ്ട്രഗിൾ ഈവൻ ദോ വി ആർ പ്രീച്ചിങ് ഗ്രേസ്. എൻ്റെ ഒരു സ്ട്രഗിൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇന്ന് വരെ കർത്താവിൻ്റെ ആ ഒരു തനിമയിലാകാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ സ്ട്രഗിൾ. കർത്താവ് എനിക്ക് പല ഏറിയാലും കർത്താവിൻ്റെ ക്രൈസ്റ്റ് ലൈക്നെസ് നമ്മുടെ ലൈഫിലില്ല. അതെനിക്ക് തോന്നുന്നു ഈവൻ അപ്പോസ്തലനായ പൗലോസ് പോലും അത് പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഇപ്പോഴും ട്രൂത്ത്. ഇതാണ് ആകെയുള്ള സ്ട്രഗിൾ. ഇന്ന് നീ വന്നാൽ, ഇന്ന് നീ മരിച്ചാൽ സ്വർഗത്തിൽ പോവോ, കർത്താവിൻ്റെ കാഹളം കേട്ടാൽ ഹെവനിൽ പോവോ, ഇമാതിരിയുള്ള ഒരു ആവേശത്തിൻ്റെ ഒരു വ്യാഖ്യാനമൊന്നും ഇവിടെ ആവശ്യമില്ല. വാസ്തവത്തിൽ എനിക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ആക്ച്വലി നമ്മുടെ ഒരു മെയിൻ ഹാർട്ട്. ഞാൻ വിചാരിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചില കരയുമെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ അന്ന് താൻ അവരുടെ കണ്ണീന്ന് കണ്ണീരില്ലാത്ത കുറച്ചുള്ള എൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം പറയാം. എനിക്കൊന്ന് റിയൽ ദൈവമക്കൾ അവിടെ കരയത്തുള്ളൂ. എല്ലാവരും കരയും തോന്നില്ല. പിന്നെ ചിലർ എത്തപ്പെട്ടല്ലോ എന്നുള്ള ആവേശത്തിൽ ഒരു കരച്ചിലായിരുന്നു, അയ്യോ എത്തിയടാന്നുള്ളത്. പക്ഷെ ഒറിജിനലി എനിക്ക് തോന്നുന്നു ഒരു ഭക്തന്മാരവിടെ കണ്ണീര് പൊഴിയാൻ കാരണം, അയ്യോ ഇത്രയും വർഷം ജീവിച്ചിട്ടും ആ കർത്താവ് ഉദ്ദേശിച്ച നിലയിലോട്ട് നമുക്ക് ആ ഒരു തനിമയിൽ വരാൻ പറ്റിയില്ലല്ലോ എന്ന വേദനയിലായിരിക്കും ഒരു പക്ഷേ ആ ഒരു കരച്ചിലേ നമുക്ക് അവിടെ ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ ലൈഫ് ലോങ്ങിൽ അപ്പച്ചനെ കൂട്ടി ജീവിക്കാൻ പറ്റിയില്ലല്ലോ, സമയം വേസ്റ്റ് ആക്കിയല്ലോ എന്നൊരു കരച്ചിലായിരിക്കും. അല്ലാതെ സ്വർഗത്തിലെ തങ്കത്തെരുവീതി കണ്ടിട്ട് എൻ്റെ ചെറ്റക്കൂടലിന് എനിക്ക് ബംഗ്ലാവ് കിട്ടിയതിൻ്റെ കരച്ചിലൊന്നും അല്ലത്. അതൊരുമാതിരി സ്റ്റുപ്പിഡ് തിയോളജിയാണ് ആക്ച്വലി. അതൊന്നും ഞാൻ ചോദിക്കട്ടെ, ഹെവനിൽ ചെല്ലുന്ന നിനക്കൊരു മാൻഷൻ ഉണ്ടെന്ന് പറയുക, എന്നോട് ഉണ്ടെന്നങ്ങ് ഇരിക്കട്ടെ, 40 റൂമുള്ള ഒരു മാൻഷൻ അച്ഛൻ്റെ പേരിലും എൻ്റെ പേരിലും അങ്ങ് എഴുതത് എനിക്കെന്തിനാ? എടാ എനിക്ക് സ്വർഗം വാസ്തവത്തിൽ സ്വർണത്തിൻ്റെ തലമാണ്. എനിക്ക് യേശു ഉള്ളടമാണ് സ്വർഗം. അപ്പോൾ യേശു പറയുക ഞാൻ കുറച്ച് നാളത്തേക്ക് നരകത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ, സോറി സാർ ഞാൻ സ്വർഗം വിടാൻ പോകുമോ? സ്വർഗം വിടുക, എനിക്ക് സ്വർഗം വേണ്ട. ഒരു ദൈവദാസന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുള്ളിയുടെ ഒരു ടെസ്റ്റിമണി കേട്ടതാണ്. അപ്പം പുള്ളി ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരൊക്കെ ഉണ്ടെന്നോ പോലും നമ്മൾ തിരക്കാൻ സമയമില്ല. അവിടെ നമ്മൾ യേശു എവിടെ ഉണ്ട്, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമ്മളെല്ലാം മറക്കും. വേറെ എന്നും പറഞ്ഞാൽ വേറെ ആരും റെക്കഗ്നൈസ് ചെയ്യത്തില്ലെന്നുള്ള അർത്ഥത്തില്ല പറഞ്ഞത്. നമ്മൾ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞു എല്ലാം. അതാണ് ഹെവന്. അപ്പോൾ അതുകൊണ്ടാണ് പോൾ പറയുന്നത് വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിൽ പോകാൻ ആശയം എന്നല്ല പുള്ളിയുടെ വാക്ക്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കാൻ വാങ്ങിച്ചെന്ന്. അപ്പോൾ റെവലേഷൻ അതാണ്. അപ്പം ചർച്ച് ഞാൻ ഐ വോണ്ട് ടു ടെൽ യു പീപ്പിൾ ഓഫ് ഗോഡ്, നിത്യതയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന നിങ്ങളുടെയൊക്കെ ആ ധാരണ നിർത്തണം. നിത്യത വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിയാണ്. നമ്മൾ അവിടോട്ട് പോകാനാണ് ഈ രക്ഷയുടെ മണ്ഡലത്തിലേക്ക് വന്നത് തന്നെ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ, ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് നിത്യതയാണ്. പക്ഷേ ആ ലാസ്റ്റ് പേജിന് മുമ്പ് 100 പേജ് അകത്തുണ്ട്. ആ 100 പേജ് യേശുവിനെ പോലെ ഇവിടെ ജീവിക്കുന്ന. അപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാളെ അന്വേഷിച്ച് നടക്കുക ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുക. എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഒരു ദിവസം പറഞ്ഞു എനിക്കിനി ഇവിടെ വേണ്ട, ഞാൻ വിട്ടുപിരിയുക എന്ന് ഒരു മനുഷ്യൻ തോന്നുമെങ്കിൽ അത് അവൻ്റെ മരണമാണ്. ഇതിനകത്ത് ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തിയൊരു കാര്യം പറയാം. അപ്പം രക്ഷ എന്ന് പറഞ്ഞത് സൗജന്യമാണ്. അത് കർത്താവിൻ്റെ ഫിനിഷ്ഡ് വർക്കിൽ നിന്ന് നമ്മൾ ബിലീവ് ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ പ്രവൃത്തിക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ദൈവം നമ്മളൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഭൂമിയിൽ ഒരു യുഗത്തിൽ നമ്മളെ ആക്കിയിരിക്കുക. ഒരു 60 വർഷം അല്ലെങ്കിൽ 100 വർഷം അല്ലെങ്കിൽ 120 വർഷം. ദൈവം ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രവൃത്തി ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആ കോളിംഗ് ഫുൾഫിൽ ചെയ്യുന്നത് അനുസരിച്ചാണ് റിവാർഡ് ഇരിക്കുന്നത്. യു ആർ ഇൻ ഹെവൻ ബിക്കോസ് ഓഫ് ഗ്രേസ് ഓഫ് ഗാഡ്. ബട്ട് ആ കോളിംഗ് ഫുൾഫിൽ ചെയ്യുന്നത് ഹൗ മച്ച് ഓഫ് ദാറ്റ് ഗ്രേസ് യു ഹാവ് ബീൻ യൂസ്ഡ് വൈൽ യു ആർ ഇൻ ദ എർത്ത് ആൻഡ് ഫുൾഫിൽഡ് ദാറ്റ് കോളിംഗ്. അതിനാണ് ഹോളി ലൈഫ് ആവശ്യം. Because if I'm focusing my life on the world, if I'm focusing my life on the sin, ഉള്ള പാപത്തിന്റെ എല്ലാം പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്ന കോളിംഗ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോളി ലൈഫ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗുഡ് വർക്ക്സ്. ഐ ഓൾവേസ് എ ഗുഡ് വർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നതല്ല ഗുഡ് വർക്ക്. നീ ജനിക്കുന്നതിന് മുമ്പേ
നിനക്ക് വേണ്ടി പ്രീഡെസ്റ്റൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്. എഫിഷ്യൻസ് ചാപ്റ്റർ 2:10 പറഞ്ഞേക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ മുന്നൊരുക്കിയിരിക്കുന്നത്, മുന്നൊരുക്കിയിരിക്കുന്നത് സൽപ്രവർത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടി. പക്ഷേ ഇത് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്കാൻഡൽ, കുറച്ച് സ്കാൻഡൽസ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങാം. എന്തായാലും ആ വിഷയത്തിലൊക്കെ എൻ്റർ ആയതുകൊണ്ട് ഞാനൊരു ടെലിവിഷനിലൊരു ഒരു മെസ്സേജ് ഒരിക്കൽ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് തെരുവിൽ നിന്ന് രക്ഷ സൗജന്യമാണെന്ന് പറയുകയും അകത്ത് വന്നിട്ട് പ്രമാണം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് 100% ദുരുപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അരമണിക്കൂർ പ്രസംഗമാണ്. അതിൻ്റെ ഒരു അരമുറി എടുത്തുകൊണ്ട് വന്ന് തെറ്റാണെന്ന് ഇങ്ങനെ ഇവിടെ എല്ലാം ഘോഷിക്കാറുണ്ട്. ഞാൻ സഹോദരന്മാരോട് പറയാം, ഈ ഒരു പ്രസംഗം അര മിനിറ്റിലല്ല എടുക്കേണ്ടത്, ഓൾ വേർഡ് ഫുൾ എടുക്കണം. ഈ വാക്കുകളിൽ പിടിക്കുക എന്ന് പറയുന്നത് പരീശന്മാരുടെ ഒരു സ്വഭാവമാണ്. വിശുദ്ധന്മാർ ദയവായി പരീശന്മാരാകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പരീശത്വം വ്യഭിചാരത്തെക്കാളും വലിയ പാവമാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന പരീശൻ നരകത്തിലേക്ക് പോയി, യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടും പോയി. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ സ്വർഗ്ഗത്തിൽ പോയി. സോ ദ ലീഗലിസം ആൻഡ് ഫാരിസിസം ഈസ് ദ വേഴ്സ്റ്റ് സിൻ ദാൻ അഡൾട്ടറി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു വാക്കിൽ ഒരാളെ കുരുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്ന പരീശത്വമാണെന്ന് ബോധ്യം ആദ്യം ഇരിക്കട്ടെ. പിന്നെ രക്ഷ സൗജന്യമാണോ? 100% സൗജന്യമാണ്. രക്ഷയ്ക്ക് പ്രവൃത്തി ആധാരമായിട്ടുണ്ടോ? ഞാൻ ഈ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പം ഈ ഒരു ടെലിവിഷൻ ഷോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം രക്ഷയ്ക്കും വിശ്വാസത്തിനും തമ്മിൽ മാത്രമേ ബന്ധമുള്ളൂ. സാൽവേഷൻ ബൈ ഫെയ്ത്ത് എലോൺ, ദാറ്റ്സ് എ പെർഫെക്റ്റ് ട്രൂത്ത്. ഗ്രേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളൊന്നാണ് സാൽവേഷൻ ബൈ ഫെയ്ത്ത് എലോൺ. ഇനി സാൽവേഷന് ഇത് ശ്രദ്ധിക്കണം, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ത്രൂ ഫെയ്ത്ത്, കൃപ പ്രൊവൈഡ് ചെയ്യുന്നു, വിശ്വാസത്താൽ അത് എടുക്കുന്നു. ഇതല്ലാതെ നമ്മുടെ വിശ്വാസം കൃപയിലാണ്, നമ്മുടെ വിശ്വാസം അതാണ് സംതിങ് എൽസ്. അത് ഫ്രീ ആണ്, അത് ഫ്രീ ആണെന്ന എന്റെ വിശ്വാസം. ഈ ഒരു കാര്യം കൺഫേം ചെയ്യാം. പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കൃപയിലാണ് വിശ്വാസം. യുവർ ഫെയ്ത്ത് മസ്റ്റ് ബി ഓൺ ദ ഗ്രേസ്, നോട്ട് ഓൺ എനിത്തിങ് എൽസ്. ഇഫ് യുവർ ഫെയ്ത്ത് ഈസ് ഔട്ട്സൈഡ് ഓഫ് ദ ഗ്രേസ്, ദാറ്റ്സ് നോട്ട് റിയൽ ഫെയ്ത്ത്. അപ്പോൾ യേശുപ്പച്ചൻ ഈ രക്ഷ ഇങ്ങോട്ട് കൊണ്ടുതരുമ്പോൾ ഇത് സൗജന്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ആദ്യം. അതാ ഗ്രേസ്. അത് ഏൺ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിത് സൗജന്യമായിട്ട് എനിക്ക് കിട്ടിയതാ. അത് പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആർക്കും ഇത് പറ്റത്തില്ല, ഇമ്പോസിബിൾ ആണ്. സോ ഇനി ആരും ട്രൈ ചെയ്തിരിക്കുക നല്ലത്. കാരണം ഈ ലോ കൊടുത്തത് തന്നെ അതിന് വേണ്ടിയാണ്. ഈ ലോ വാസ്തവത്തിൽ എന്തിനാണ് കൊടുത്തത്? പ്രിയരെ, ലോ വാസ്തവത്തിൽ കൊടുത്തത് പ്രമാണം അനുസരിച്ച് ജീവിക്കാനല്ല, തെറ്റിദ്ധരിക്കരുത്. നിയമം വാസ്തവത്തിൽ ദൈവം കൊടുത്തത് ബലഹീനനായ മനുഷ്യൻ ഇതിനെ ബ്രേക്ക് ചെയ്യാനാണ്. ഇത് ബ്രേക്ക് ചെയ്യണം. കാരണം ഇത് മൊത്തം ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അച്ഛൻ ഒരു ലോ തരിക, ലോ തന്നത് എൻ്റെ ഉദ്ദേശം അറിയുമോ, നിങ്ങളിത് അനുസരിക്കാൻ ശ്രമിച്ചിട്ട് പാപ്പനായി കഷ്ടപ്പെട്ട് ഒരുമാതിരി ഒരു ദയനീയമായിട്ട് എൻ്റെ അടുക്ക വരാൻ വേണ്ടിയാണ് ഞാനിത് തന്നത്. എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ അവനെ കം ടു ദ എൻഡ് ഓഫ് അവന്റെ ലൈഫിന്റെ എൻഡിലെത്തിയിട്ട് കർത്താവേ എനിക്ക് നീ കൂടാതെ നിന്റെ ലൈഫ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നിന്റെ സ്റ്റാൻഡേർഡിൽ എത്താൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് നിയമം തന്നത്. അപ്പൊ നിയമം ഒരു മനുഷ്യന് ദൈവം കൊടുത്തത് ഈ മനുഷ്യൻ ഇത് ചെയ്തിട്ട് തോൽക്കണം, പരാജയപ്പെടണം, അട്ടർ ഫെയിൽ ആവണം. ഇതിനകത്തൊരു മനോഹരമായൊരു വാക്യമായി, ഈ ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ സ്വർഗരാജ്യം അവനുള്ളതെന്ന് തുടങ്ങുക യേശുപ്പൻ. അതിൽ ഈ ഗിരിപ്രഭാഷണം യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഈ വന്നിരിക്കുന്ന മുഴുവൻ ജനത്തെയും ഇവർ വെറും ഗ്രൗണ്ട് സീറോയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇവരൊന്നുമല്ല, ഇവരുടെ ആയുസ്സിൽ ഇവർക്ക് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റത്തില്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഗിരിപ്രഭാഷണം ദൈവം തുടക്കത്തിൽ അങ്ങോട്ട് കൊടുക്കുക, ആദ്യത്തെ യേശുവിൻ്റെ പ്രസംഗം. പക്ഷേ ഈ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ എന്ന്. ദരിദ്രൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ട്രാൻസ്ലേഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. മെസ്സേജ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇഫ് യു കം ടു ദ എൻഡ് ഓഫ് ദ റോഡ് ആൻഡ് എൻഡ് ഓഫ് ദ റോക്ക്. അപ്പോൾ ഞാനൊരിടത്ത് തൂങ്ങിക്കിടക്കുക, എൻ്റെ ലൈഫ് തീർന്നു, ഞാൻ സസ്റ്റെയിൻ ചെയ്തെടുക്കുക. ഞാൻ ലാസ്റ്റ് പിടിവിട്ട് ആ റോപ്പിൻ്റെ എൻഡിലെത്തി, ഞാൻ ആരുമല്ലാതാകുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യം അവനുള്ളതെന്നാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. അവന്റെ എൻഡിലേക്ക് വന്നതിന് ശേഷം അവൻ കൃപയിലേക്ക് അവൻ വിട്ടുകൊടുക്കത്തുള്ളൂ. 100%. ബിക്കോസ് ഞാൻ എല്ലാം ട്രൈ ചെയ്തു, ഇത് വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് സോ ഹൈ. യേശുവ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ ആ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ഓരോ ദിവസവും നോക്കുമ്പോൾ ഇറ്റ്സ് ഓഫ് അട്ടർ ഫെയിലിയർ. അപ്പോഴാണ് ഒരു വ്യക്തി പറയാ എനിക്ക് കൃപ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പ്രിയരെ ഒരു കാര്യം പറയാം, നിയമം വാസ്തവത്തിൽ വന്നത് മനുഷ്യൻ കുഴപ്പക്കാരനാണ്, കുറ്റമുള്ളവനാണ് എന്ന് അവനെ കാണിക്കാനാണ്. മനുഷ്യന് പാപത്തിൻ്റെ പരിജ്ഞാനം വരുന്നത് പ്രമാണം കൊണ്ടാണ്.
ഈ പാപത്തിൻ്റെ പരിജ്ഞാനം വന്ന മനുഷ്യൻ രക്ഷകനെ ആവശ്യപ്പെടണം. അതിനുവേണ്ടിയാണ് കർത്താവ് നിയമം കൊടുത്തത്. അതല്ലേ ഗലാത്യനകത്ത് പറഞ്ഞത്, ശിശുപാലകനായി യേശുവിൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ശിശുപാലകനാണ്. യേശുവിലേക്ക് നടത്തുക എന്നുള്ളൂ. യേശു വന്നു കഴിഞ്ഞാല്, യേശു വന്നാൽ പിന്നെ ശിശുപാലകൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ യേശുവാണ് നമുക്ക് അകത്തിരുന്ന് നമ്മുടെ ലൈഫിന് യേശുവിൽ കൂടെ ഉള്ളൊരു ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പൊ അതുകൊണ്ടാണ് ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചിരിക്കുന്നു, ന്യായപ്രമാണ സംബന്ധം നമ്മൾ ഒഴിവുള്ളവരായിരിക്കുന്നു. എത്ര വളരെ വ്യക്തമാണ് വാസ്തവത്തിൽ ഈ ഭാഗങ്ങളൊക്കെ. ഇത് ആക്ച്വലി ഞാനൊരു കാര്യം അടച്ചാക്ഷേപിക്കുകയല്ല. പുതിയ നിയമത്തെക്കുറിച്ച് അറിയാത്ത ഭൂരിപക്ഷം ആളുകൾ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരായതാണ് ഇന്നത്തെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയവും ഏറ്റവും വലിയ അപകടാവസ്ഥയും. ഞങ്ങൾ പുതിയ നിയമത്തിലേക്ക് തികഞ്ഞവരാണെന്ന് ഒരു ധാരണയിലല്ല ഈ സംസാരിക്കുന്നത്. കാരണം 10-25 വർഷത്തെ ക്രിസ്തീയ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം, പുതിയ നിയമത്തിൻ്റെ സത്യത്തെ അതുപോലെ പഠിപ്പിക്കാൻ കഴിയാത്ത ഒത്തിരി പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് തന്നെ സഭയ്ക്കൊരു വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോയി. സഭയ്ക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതയുടെ ഏക കാരണം ഇവിടുത്തെ ഉപദേശത്തിനകത്ത് പെശകാണ്. ഇവിടെ വാസ്തവത്തിൽ വേദോസം അറിയാമായവർ പ്രസംഗിക്കാൻ വേദിയിൽ കയറുന്നതാണ്. വേദോസത്തെ ഇപ്പം നമ്മളെല്ലാവരും അറിഞ്ഞ് ഫുൾ എൻസൈക്ലോപീഡിയ ആയിട്ട് കയറുകയല്ല. ഇതിനകത്തൊരു ഒരു 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 ഞാൻ തുറന്നു പറയാം, ന്യൂ കവനൻറ്റിൻ്റെ ഒരു ക്ലൂ അറിയാത്തവരാണ് ഇന്നത്തെ വേദിയിൽ നിൽക്കുന്ന പ്രസിദ്ധന്മാരെ അറിയും. ഒരു ക്ലൂ അറിയത്തില്ല. അത് കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ പ്രധാനമായിട്ടൊരു വിഷയത്തിൽ നമ്മളിങ്ങനെ വിഷയങ്ങൾ കയറി പോകാതെ നമ്മൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഒരു വ്യക്തി നമ്മൾ പ്രസംഗിക്കുമ്പോൾ യേശു എന്ന ഫോക്കസ് വിട്ട് വേറെ എവിടെങ്കിലും പോയാൽ അതിനർത്ഥം മെസ്സേജ്. യേശു എന്ന മെസ്സേജ് വിട്ടിട്ട് ആ ഫോക്കസിൽ കൂടെ അല്ലാതെ, ആ ഫിനിഷ്ഡ് വർക്ക് ഫോക്കസിൽ കൂടെ അല്ലാതെ അവിടെ ഇവിടെയും എല്ലാവരുടെയും കുറ്റം എടുത്ത് പറയാനാണ് എല്ലാവരും കുറ്റക്കാരാ. അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ പ്രസംഗിച്ച വാക്യത്തിനകത്ത് ഒരു വാക്യം എടുത്തിട്ട് ഇപ്പം ഞാൻ പറയാറുണ്ട്, അദ്ദേഹം ഒരു പ്രിയ സഹോദരൻ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊരു സഹോദരനാണ്. പുള്ളി കൃപയെ ചീത്ത പറഞ്ഞ് എന്തായാലും ലോകരാജ്യങ്ങളിൽ പലയിടത്തും പോകാൻ പറ്റി പുള്ളിക്ക്. ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം നമുക്ക് പുള്ളിക്ക് ഒരു വീസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞവർക്ക് വീസ കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം, ദൈവകൃപയും ഒക്കെ ചീത്ത ഒത്തിരി പറയാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരം ആത്മീയ ലോകത്തിൽ ലഭിച്ചെന്ന് വരും. കാരണം പണ്ട് ഈ പെന്തിക്കോസ്റ്റിൽ നിന്ന സമയത്ത്, അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റിൻ്റെ നിന്നപ്പോൾ ഈ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് ഓപ്പൺലി പറയാം. ഹെവൻലി ഫീസ്റ്റ് അവർ പൈസയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്, നമുക്ക് പണമല്ല നമുക്ക് ആത്മീകമാവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ 2 തെറി പറഞ്ഞപ്പോൾ, ആ തെറി പറഞ്ഞതിൻ്റെ അന്നല്ല എനിക്ക് 2-3 കൺവെൻഷൻ അധികം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മീറ്റിംഗ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇവരുടെ എതിരാളികളെ ചീത്ത പറഞ്ഞു. അപ്പോൾ കത്തോലിക്കനെ ചീത്ത പറഞ്ഞാൽ, ഹെവൻലി ഫീസ്റ്റുകാരനെ ചീത്ത പറഞ്ഞാൽ ഇന്നത്തെ ആത്മീയ ലോകത്ത് ഇഷ്ടംപോലെ വേദി കിട്ടും. ഞാൻ ഇവിടെ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും നാണം ഉണ്ടെങ്കിൽ ലജ്ജ ഉണ്ടാകാൻ വേണ്ടി പറയാം. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് കൊണ്ട് ഒരുവൻ ആത്മീകനാണെന്ന് വിചാരിക്കരുത്. ആത്മീകൻ ആക്ഷേപിക്കുന്നവനല്ല. എനിക്കരുത്തിൻ്റെ കുറ്റം, ഞാൻ ആത്മീയനല്ലായിരുന്നു. ഞാൻ ആത്മീയനല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഹെവൻലി ഫീസിനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ ഹെവൻലി ഫീസിനെ ചീത്ത പറയുമ്പോൾ ഞാൻ ആ പേര് പറഞ്ഞതിനകത്ത് ഐ ലവ് ദം. ടുഡേ ഐ ലവ് ദം. കാരണം ആത്മീയ എന്തൊക്കെയോ സമൂഹത്തിനകത്ത് ഈ മതാന്ധതയും ഈ ജാതീയതയും ഈ പരീശത്വവും ഒക്കെ ഈ അങ്ങനെയൊന്നും അല്ല യേശുവിൻ്റെ മാർഗ്ഗമെന്ന് കേരള സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യരാണ് ബ്രദർ തങ്കു ബ്രദറും തോമസ് ബ്രദറും. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വി ലവ് ദം. ഞങ്ങളുടെ സ്നേഹം കൂടെ പ്രകടിപ്പിക്കുക. പക്ഷേ നമ്മളവരെ കുറ്റം പറയുമ്പോഴാണ് നമുക്ക് പിന്നെ അത് വേദി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഗ്രേസ് എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് കുറ്റം പറയുന്നവന് വേദിയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വേദി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയല്ല. കാരണം സുവിശേഷീകരണം എന്ന് പറയുന്നത് വേദിയിലെ പ്രസംഗമല്ല. സുവിശേഷീകരണത്തിനകത്ത് വേദി ഇല്ലേലും സുവിശേഷീകരണം നടത്താം. അത് സത്യത്തിൽ ഈ കൃപയെ വന്നപ്പോഴായിരിക്കും മനസ്സിലായത്. കാരണം പണ്ട് 100 പേരിൽ കുറഞ്ഞ ഒരു വേദി ഉണ്ടായിരുന്നെങ്കിൽ ആ യോഗത്തെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു മനസ്സായിരുന്നു നമുക്കുള്ളത്. 100 പേരില്ലെങ്കിൽ തന്നെ അങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പം ചെല്ലുമ്പോഴേ ഇവിടുത്തെ മൈക്ക് എത്ര വാട്ട്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചോദിക്കും. ഞാൻ ഈ പറഞ്ഞ മനോഭാവമാണ്. എത്ര വാട്ട്സ് ഉണ്ട്? 10,000 ഉണ്ടോ? ഉണ്ട്. അപ്പം പിന്നെ പ്രസംഗിക്കാനൊരു സുഖം. 2,000 ഉള്ളൂ, ഇന്ന് കൊള്ളത്തില്ല. അപ്പം നമ്മുടെയൊക്കെ കാറ്റഗറി ചെയ്തിരുന്നത് ആളുകളുടെ കൂട്ടം, മൈക്കിൻ്റെ സിസ്റ്റം, ഇതൊക്കെയായിരുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് ട്രൂ മിനിസ്ട്രി. യഥാർത്ഥ മിനിസ്ട്രി എന്താണെന്ന് വാസ്തവത്തിൽ കർത്താവ് പഠിപ്പിച്ചതൊക്കെ ഈ സമയങ്ങളിലാണ്. നമുക്ക് വി ക്യാൻ സ്റ്റാൻഡ് ഫോർ ഗോഡ്. ജീസസിൻ്റെ ഏറ്റവും വലിയ സഭ എന്ന് പറഞ്ഞാൽ 12 വിശ്വന്മാരായിരുന്നു. അതിനകത്ത് ഒരുത്തം പിശാചായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ഒറിജിനൽ സഭയ്ക്കകത്ത് 11 മെമ്പറേ ഉള്ളൂ. ജീസസ് വാസ് വിത്ത് ദം. ഏറ്റവും വലിയ സത്യങ്ങൾ യേശു പഠിപ്പിച്ചത് 11 പേരോടാണ്. അപ്പോൾ ആൾ കൂടുന്നതിലും കുറഞ്ഞതിനകത്തുള്ള കാര്യമല്ല. ഇതിനകത്ത് പ്രധാന വിഷയം സ്കാൻഡലൈസ് ചെയ്യുമ്പോൾ, ജനങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ അർത്ഥം വ്യക്തമാക്കണം. അതിനുകൊണ്ട് മാത്രം സംസാരിക്കാം. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകണം. ഒന്ന്, അപ്പം രക്ഷ സൗജന്യമാണ്. ഒരു സഹോദരൻ താൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ആ പോയിന്റിലേക്ക് പ്രധാനമായിട്ട് വരാം. പോയിന്റ് പറഞ്ഞ കാര്യം, ഞങ്ങളാരും ഇവിടെ പണം കൊടുത്ത് രക്ഷ കിട്ടുമെന്ന് പറയുന്നില്ല. എന്നിട്ട് താനൊരു ഉദാഹരണം കൊടുത്തത്, ബസ്സിൽ കയറുന്നത് സൗജന്യമാണ്, പക്ഷെ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് വാങ്ങിക്കും.
ഞാൻ അതിൻ്റെ ഒരു സത്യത്തിൽ ചോദിച്ചോട്ടെ, ഒരു ബസ്സിൽ ഫ്രണ്ടിൽ എഴുതിക്കുന്നു യാത്ര സൗജന്യമാണ് എന്ന് എഴുതി വെച്ചേക്കുന്നതിനകത്ത് കാശില്ലാത്തൊരുത്തനകത്ത് കയറുക. അകത്ത് ചെല്ലുമ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചാൽ ഈ എഴുതിയേക്കുന്ന ബോർഡും ഈ ആരുടെ സ്വഭാവം തമ്മിൽ എന്താ കോൺട്രാഡിക്റ്റ് ചെയ്യുക? അപ്പോൾ രക്ഷ സൗജന്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുവൻ സഭയ്ക്കകത്ത് വരുമ്പോൾ ഇതിന് കോസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നത് ഭയങ്കര വഞ്ചനയാണ്, ചതിയാണ്. നമുക്ക് അങ്ങനെയുള്ളവരെ എന്ത് പിടിക്കണം? അല്ല, അത് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അവര് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളൊരു കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അച്ഛാ, യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ഞാൻ ഒരു ട്രൂത്ത് പറയാം. സാൽവേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിസൈപ്പിൾഷിപ്പ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സൺഷിപ്പ്. ഇതെല്ലാം വ്യത്യാസമാണ്. സാൽവേഷന് വില കൊടുക്കണ്ട. സാൽവേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, നോട്ട് ബൈ വർക്ക്. കാരണം വർക്ക് വന്നാൽ പിന്നെ സാൽവേഷൻ ഇല്ല. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ വിശ്വാസ സഭയ്ക്കകത്ത് എത്തുമ്പോൾ ഇനി നീ സ്വർഗത്തിൽ പോകണം, ഇത് ചെയ്യണമെന്നല്ല പഠിപ്പിക്കണ്ടേ. മക്കളെ, നിങ്ങളെ വിളിച്ച വിളിക്ക് അനുരൂപരായി നടക്കുക. അപ്പം രക്ഷിക്കപ്പെട്ടവൻ സൗജന്യമാണ്, ഇതിനകത്തു വന്നാൽ പ്രവർത്തിക്കണം, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഉപദേശത്തെയാണ് നമ്മൾ കാണിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി റോങ്. അത് നെക്സ്റ്റ് വേഴ്സിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് വർക്കിംഗ് ഇൻ us. അതായത് അത് തന്നെ ആ എഫേസ്യ ലേഖനത്തിൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നൊരു വാക്കുണ്ടല്ലോ. ഫിലിപ്പിയ ലേഖനത്തിൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നൊരു വാക്ക് മലയാള ബൈബിളിൽ അങ്ങനെ ഇംഗ്ലീഷിൽ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ്. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പെന്ന് പറഞ്ഞാൽ, മക്കളെ, ഇതിനകത്ത് ഈ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. വർക്ക്ഔട്ട് ചെയ്യാനാണ്. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ മീൻസ് മാനിഫെസ്റ്റ് യുവർ സാൽവേഷൻ എന്നാണ്. കാരണം somebody is working inside of you. അടുത്ത വേഴ്സിൽ പറയുന്നത്, it is God who is working in you. Yes. It's not you working something. God is working inside of us. We are working out. Yes. കർത്താവ് അകത്ത് പ്രവർത്തിക്കുന്നു, നമ്മൾ പുറത്ത് അത് വെളിപ്പെടുത്തുന്നു. It's an effortless. യേശു അപ്പൻ അകത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഫ്രൂട്ട് എന്നിലൂടെ വെളിപ്പെടുന്നു. ഐ എം മാനിഫെസ്റ്റിംഗ് ദ സാൽവേഷൻ, വർക്ക്ഔട്ടിങ് ദ സാൽവേഷൻ. ഞാൻ സഹോദരന്മാരോട് തുറന്ന് പറയാം, രക്ഷ സൗജന്യമാണ്. ഈ സഹോദരൻ പ്രസംഗിച്ചതുപോലെ KSRTC ബസ്സിനകത്ത് സൗജന്യ ബോർഡ് ആണെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി അല്ലത്. കയ്യും തലയും പുറത്തിടരുത്, സ്ത്രീകളുടെ മടി കയറി ഇരിക്കരുത്. ഇങ്ങനെയുള്ള ലോ ഒക്കെ ബസ്സിലാണ്, യേശുവിൻ്റെ മാർഗ്ഗത്തിലല്ല. യേശുവിൻ്റെ മാർഗ്ഗത്തിൽ സൗജന്യമാണ് എന്ന് പറഞ്ഞ് അകത്ത് കയറ്റിയാൽ അകത്തും സൗജന്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ്റെ ജീവിതവും വിശ്വാസത്താലാണ്. രക്ഷിക്കപ്പെട്ടവൻ അകത്ത് വരുമ്പോൾ ഇന്നത് ചെയ്താലേ ഇനി സ്വർഗത്തിൽ പോകൂ എന്ന് പഠിപ്പിക്കുന്നത് കപടതയാണ്, വഞ്ചനയാണ്. സഭയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു ദൈവപൈതൽ അവൻ അറിയേണ്ടത് രക്ഷിക്കപ്പെട്ട നിന്റെ ജീവിതം എങ്ങനെയാണെന്ന്. അവൻ്റെ ജീവിതം പിന്നെ നിയമാധിഷ്ഠിത ജീവിതം എന്നല്ല പറയേണ്ടത്, യേശുവിനോട് കൂടെയുള്ള ജീവിതമാണ്. അവനെ ആക്കിയിരിക്കുന്ന പർപ്പസ് യേശുവിൽ ഫുൾഫിൽ ചെയ്യുക. ഇനി അവന് വേറെ ഒന്നിന് സമയം, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ആ കോളിങ്ങിനകത്ത് യേശുവിൽ ഫുൾഫിൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മൾ അങ്ങ് അറിയാതെ മാറി നിൽക്കും. പക്ഷെ നമ്മളെ കാണുന്നവർ ചിലപ്പം വിചാരിക്കും, ഓ കോസ്റ്റിംഗ് ഹിം. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങ് മാറി നിൽക്കും. നമ്മൾ അറിയാതെ തന്നെ അങ്ങ് മാറി നിൽക്കും. നമുക്ക് സമയമില്ല, വേറെ ഒന്നിനും സമയമില്ലാതെ വരുമ്പോൾ ബാഹ്യമായ ഒരു വ്യക്തിക്ക് നോക്കുമ്പോൾ ഹി ഈസ് പേയിങ് ദ പ്രൈസ്. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഈസ് ഫുൾ ത്രില്ഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ വിഷയം തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടത്, കാരണം ഇത് സ്കാൻഡൽസാണ്. പിശാജ് പറയുന്നത്, ഇപ്പോൾ കുറ്റം പറയുന്നവൻ്റെ പേര് സാത്താൻ എന്നാണ്. അതിൻ്റെ മുമ്പിൽ മോസ്റ്റർ റബ്ബറിൻ്റെ നിട്ടാലും സാത്താൻ തന്നെയാണ്. ഒരു കാര്യം വ്യക്തമാക്കാം പ്രിയരെ, രക്ഷ സൗജന്യമാണ്. രക്ഷിക്കപ്പെട്ടവൻ അകത്ത് വരുമ്പോൾ പിന്നെ പ്രൈസ് ചെയ്യുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിലയല്ല. കാരണം ലോൺ അല്ല ഇത്. സാൽവേഷൻ ഈസ് നോട്ട് ലോൺ. റീപേയ്മെൻറ്റും ഇൻസ്റ്റാൾമെൻറ്റും കൊടുക്കേണ്ടതല്ല രക്ഷ. സൗജന്യം എന്ന് പറഞ്ഞാൽ സൗജന്യം തന്നെയാണ്. ഇതിനകത്ത് വരുമ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം, എന്തിനാണ് രക്ഷിക്കപ്പെട്ടതെന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഈ ഞാനൊരു സഹോദരൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, എന്തിന് രക്ഷിക്കപ്പെട്ടു? അപ്പം താൻ പറഞ്ഞു വരുന്നത് രക്ഷിക്കപ്പെട്ടത് നിത്യതയിൽ പോകാനാണ്. ഞാൻ ആ ഒരു കോൺസെപ്റ്റിനെ ഖണ്ഡിക്കുകയാണ്. കാരണം നിത്യതയിൽ പോകാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു തിരുവെഴുത്ത് ബൈബിളിൽ കാണിക്കാം. പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രോമിസ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കെ കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ വന്നു എന്നാണ് ആദ്യത്തെ പ്രോമിസ്. അപ്പം ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടത് എന്തിനാ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ 2 മറുപടി ഉണ്ട്. 1 സ്വർഗത്തിൽ പോകാൻ, 2 നരകത്തിൽ പോകാതിരിക്കാൻ. ഈ 2 ആൻസറും തെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തിൻ്റെ പകുതി മുറിച്ചെടുത്തുകൊണ്ട് വിമർശിക്കാം. പക്ഷേ ദിസ് ദ ട്രൂത്ത്.
സ്വർഗത്തിൽ പോകാനും നരകത്തിൽ പോകാതിരിക്കാനും രക്ഷിക്കപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ആത്മീക മണ്ഡലത്തിൽ അഴിമതിയിൽ ജീവിക്കുന്നവർ, മൊറാലിറ്റി സൂക്ഷിക്കാത്തവർ, ജീവിതത്തിൽ പരാജയം വന്നവർ, കുറ്റം പറയുന്നവർ, ബാക്ക് ബൈറ്റ് ചെയ്യുന്നവർ. ഹൂ ഈസ് ദ വൺ? ആരാണ് രക്ഷിക്കപ്പെട്ടവൻ? എന്തിന് രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ നമ്പർ 1 ഒറ്റ റീസണേ ഉള്ളൂ, ടു ഫ്രീ ഫ്രം സിൻ. ഫ്രീ ഫ്രം സിൻ. ലക്ഷ്യം എന്തുവാ? സ്വർഗത്തിൽ പോകാൻ നല്ല ലക്ഷ്യം. ടു ലീവ് വിത്ത് ക്രൈസ്റ്റ്, ടു ഫ്രീ ഫ്രം സിൻ. പാപം എന്ന അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായി യേശുവിൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാനൊരു വാക്യം ഇപ്പോൾ വായിക്കാം, നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തു വന്നവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ. അപ്പൊ യേശു മരിച്ചത് എന്തിനാണ് എഴുതിയേക്കുന്നത്? നമ്മൾ ജീവിക്കാൻ വേണ്ടി. നമ്മൾ അവന് വേണ്ടി ജീവിക്കാനാണ്. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. അതാ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നത്. യേശു മരിച്ചതും നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒരു കാരണത്താൽ, നിത്യത. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. കാരണം കർശനമായിട്ട് ഞാൻ അതിനെ മുറിച്ചോണ്ട് പറയാം. ദ ബൈബിൾ സേസ് ജീസസ് ഡൈഡ്. 1 Corinthians chapter 2 Corinthians chapter 5:14 പറയുന്നത്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിനകത്തൊരു കാര്യം, വലിയൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇനിയും ജീവിക്കുന്നത് നമുക്ക് ലോകത്തിൽ തന്നിരിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് യേശുവിന്റെ പ്ലാൻ അല്ലെങ്കിൽ യേശുവിനെ എന്നിൽ കൂടെ ലിവ് ചെയ്യിക്കാൻ അനുവദിക്കുന്നതാണ് ഇനി ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. Absolutely. Let him no longer I. ഞാൻ എപ്പോഴും യോഹന്നാന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ എപ്പോഴും പറയും, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. യോഹന്നാൻ പറഞ്ഞില്ലേ, അവനോ വളരെയാണ് ഞാനോ കുറയണം. ഞാനത് എൻ്റെ പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസിൽ ഞാനത് കാണുന്നതാണ്. രക്ഷയുടെ അനുഭവത്തിൽ വന്ന് കൃപയ്ക്കകത്ത് ഇറങ്ങുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇനിയും തൊട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാൽ അവൻ വളർന്നുകൊണ്ടിരിക്കണം. അവൻ എന്ന് പറഞ്ഞാൽ അവൻ ഓൾറെഡി എനിക്കകത്ത് ആത്മമണ്ഡലത്തിലായിരിക്കുകയാണ്. ഈ വളർച്ചയെന്ന് പറയുന്നത് നമ്മുടെ സോളിൽ, നമ്മുടെ മൈൻഡിനകത്താണ്. ഇത് ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഞാൻ പൗലോസിന്റെ ലേഖനങ്ങൾ ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ പൗലോസ് ഈ നിർബന്ധവും എല്ലാം പറയുന്നത് ഈ സ്നേഹത്താൽ നിറഞ്ഞിട്ട്. സുവിശേഷം പറയാനുള്ള നിർബന്ധം പോലെ ലവിൽ നിന്നാണ് വരുന്നത്, മോട്ടിവേഷനാണ്. ഐ ടെൽ യു, ഞാൻ എപ്പോഴും ഈ സുവിശേഷം പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിൽക്കാനുള്ള അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ, ഇതിന്റെ മർമ്മത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളങ്ങ് നിർബന്ധിതരായി തീരുക. കാരണം ഈ ലവ് നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാന വിഷയം ഇതാണ്. 2 വർക്ക് വേണ്ടേ നമ്മൾ വെച്ചു. വർക്കിലേക്ക് ഒരു വാക്കിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. സാൽവേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, സാൽവേഷൻ ഫ്രീ.